സുഹൃത്തുക്കളെ ഫോൺ റെഡിയാക്കി കിട്ടിട്ടാ, ക്യാമറ റെഡിയാക്കി കിട്ടി അല്ലേ? അപ്പൊ കൊറേ നാളായി നമ്മള് റെഡിയാക്കാന്ന് വെച്ചിട്ടുണ്ട്. ഇന്നാണ് അതിന് സമയം എടുത്തത് അല്ലേ? അപ്പൊ ഞങ്ങൾ ഇന്ന് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യ വീഡിയോ തന്നെ നമ്മുടെ പോത്തൂട്ടപ്പന്മാരെ കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മ എവിടെ കിട്ടിയുള്ളേ? കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പോത്തിനെ അയച്ചോടുന്നു. പോത്തിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ആക്കാട്ടാ. നമ്മ എടുത്തിട്ട് ഇപ്പൊക്ക് 4 മാസം കഴിഞ്ഞു അല്ല വേണ്ടിയ 4 മാസം കഴിഞ്ഞു. അപ്പൊ നമ്മള് പോത്തിനെടുത്ത് കൊണ്ടുപോയി കെട്ടിടത്തുനിന്ന് നമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെള്ളം കൊടുക്കണം. അപ്പം ആ വീഡിയോ അതും കൂടാണ് നമ്മ ഇൻസ്റ്റാഗ്രാമില് ഏത് വീഡിയോ ഇടണ്ടെന്ന് അതല്ല ഞാൻ പറഞ്ഞു ഞങ്ങള് ഒരു ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് വൈറലായിട്ടുള്ള വീഡിയോ. ഞങ്ങളത് ചെയ്യാൻ കുറേ നാളായി. അപ്പോൾ ക്യാമറ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഡയലോഗ് പൊന്നുട്ടിക്ക് അറിയാം. പൊന്നുട്ടി പറയും, പറഞ്ഞോടേ. എന്താന്ന് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. മറ്റൊരു വീഡിയോ ഒരു ചേച്ചി പറഞ്ഞ വീഡിയോ. നിങ്ങൾ ആ പോസ്റ്റ് ചെയ്യണ്ട, ആ പോസ്റ്റ് ഞാൻ കണ്ടില്ല, അത് പോയി ഇടിക്കില്ലേ, ആ വീഡിയോ ആണ്. ഒന്നുകൂടി പറഞ്ഞേ, ആ വീഡിയോ ഉണ്ട്, ശ്രദ്ധിച്ചേട്ടോളൂ. അപ്പൊ ഈ വീഡിയോ ആണ്. അപ്പൊ നമ്മ പോത്തിന് അയച്ചോണ്ട് വന്നിട്ട് നമ്മ ആ വീഡിയോ ചെയ്യൂല ഇൻസ്റ്റയില്. അപ്പൊ നടക്ക്. അപ്പൊ നമുക്ക് പോത്തിന് അയക്കാൻ പോട്ടാ. അങ്ങനെ നമ്മൾ പോത്തിനെ അയച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ഭാഗം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കണതാണ്. ഇപ്പോൾ അതേ പോസ്റ്റൊക്കെ പോയിട്ട് പിള്ളേർക്ക് പോസ്റ്റൊന്നും ഇല്ലാണ്ടിരിക്കുന്നു. ഈ 2 കവുങ്ങ് തലപോയ കവുങ്ങ് കൂടി ഉണ്ട്. അപ്പോൾ അത് വെട്ടിയിട്ട് പിള്ളേർക്ക് കൂടെ പോസ്റ്റ് വന്നാണ് കളി തുടങ്ങുക. അതായത് നമ്മൾ പോത്തിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ചവിട്ടിയിടുന്ന സ്ഥലം ഇതാണ്, കുളത്തിൽ ഒന്ന് കുളിപ്പിക്കാനായിട്ട്. അങ്ങനെ വേണം നമുക്ക്. ഇപ്പോൾ നമുക്ക് പോത്തിനെ അയക്കാൻ പോലെ വേണ്ടി പോത്തിനെ അയച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കൊടുത്ത് അവിടെ ഇൻസ്റ്റയിൽ ആ വീഡിയോ ചെയ്ത് പിന്നെ നമ്മൾ എന്താ പരിപാടി? കണ്ണശാടി പോകണം. എന്തിനു വാങ്ങണ്ടേ? അപ്പം എനിക്ക് ജിമ്മിന് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. മുട്ട അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാനുണ്ട്. എന്ത്? എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ജിമ്മ ജിമ്മ കണ്ടൊന്നും മനസ്സിലാവില്ല. ഒന്നും ഇല്ല എൻ്റെ ശരീരത്തിൽ, അതാവും പറയണ്ടാവുക. ഇത് മാത്രല്ലേ, നമ്മളിപ്പോ ഒരു 2-3 ട്രിപ്പ് പോയി. ഫോൺ കംപ്ലൈന്റ് ആക്കാനും വീഡിയോ എടുക്കാനും പറ്റിയില്ല അല്ലേ? ഒന്നും പറ്റിയില്ല. ക്യാമറ ഒന്നും റെഡി ആയിട്ടില്ല. ഇപ്പോഴാണ് ക്യാമറ റെഡി ആയത്. ഇനി ടൂർ പോകാൻ പറ്റുമോ? വെക്കേഷൻ ആകുമ്പോൾ ടൂർ പോകണം. അത് ഞങ്ങളുടെ ഒരു പ്ലാനാണ്. പിന്നെ അത് മാത്രല്ല സുഹൃത്തുക്കളെ, ഇന്ന് എൻ്റെ മോളെ പരീക്ഷ ആയിരുന്നു. എന്താ പരീക്ഷയ്ക്ക് എന്തായി? ജയിക്കോ? നമ്മുടെ പോത്തൂട്ടപ്പന്മാരൊക്കെ കാണട്ടെ. കുട്ടീനെ നമ്മോടെ നിർത്തത് എങ്ങനെ അവിടെ നിന്ന് മാർക്ക് അവിടെ നിന്നോ പൊണ്ടിനെ അടുത്തതേ നമ്മളൊരു പോത്ത് അവിടെ എടുക്കുക. അതൊക്കെ നല്ല ഉഷാറായിട്ടാ. ഇപ്പം എടുത്തിട്ട് ഒരു 3 മാസമായി ഇവനെ. അവൻ നല്ല ഉഷാറായി വന്നു. അല്ല അവൻ്റെ കുഞ്ഞൊക്കെ സെറ്റായി വന്നു. കണ്ട എന്താ കുറച്ചെന്തേ കെടുക്കണ്. ഇങ്ങടാ ഇங்கே ഓ ഓർത്തെന്താ കെടുക്കണ്. കണ്ട ഉഷാറായി. പോത്തോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ പുല്ലുകൾ. കണ്ട വയറൊക്കെ നിറഞ്ഞ് കുട്ടപ്പനെ 2 പേര്. വെള്ളം കൂടി കൊടുത്ത് വെള്ളത്തിൽ കുറച്ച് നേരം വിട്ടാണ്ടല്ലോ, സമാധാനമായി. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മതേ പോത്തിനെ അയച്ച് വരുന്നു. മോള് ബാക്കിലിരുന്ന് ഇങ്ങനെ ആട്ടൂട്ടാ. കണ്ട അപ്പോൾ പൊന്നുട്ടി കിടന്ന് ഇങ്ങനെ ആട്ടും പോത്തിനെ. ഒറ്റ സ്ഥലത്തേക്ക് പോകാണ്ട് ഞങ്ങളിങ്ങനെ നടത്തിങ്ങനെ വരുന്നു. ഇനി ഇവിടെ പോകുമ്പോൾ തോട്ടിലിറക്കാൻ പറ്റില്ല. നമ്മൾ കഞ്ഞളൊക്കെ കൊടുത്തിട്ട് വേണം തോട്ടിലൊക്കെ ഇറക്കാനായിട്ട്. കണ്ട അങ്ങനെ വരും. അപ്പോൾ പോത്തിനെ ഇട്ടുമ്പോൾ അതേ പോത്തിനടുത്തിന് അയച്ചിട്ടാ തന്നെ ഓടി വരും നമ്മുടെ അടുത്തേക്ക് വരുന്നു. നമ്മളതേ വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയ മരുന്ന് കൊടുക്കുന്നുണ്ട് വെള്ളം. എന്നുവെച്ചാൽ പ്രാണികളൊക്കെ അടിച്ചിട്ട് പ്രാണികളൊക്കെ അടിച്ച കാരണം നമ്മൾ അവനെ ഒരു മരുന്ന് കൊടുത്ത ആ പ്രാണികളെ ഒരു കടിച്ചിട്ട് ആകെ പൊന്തിയിട്ടുണ്ടായിരുന്നു പോത്തിൻ്റെ അവിടെ ഒക്കെ. അതൊക്കെ മാറി ഉഷാറായി വരുന്നുണ്ട് പോത്തുള്ളൂ. കണ്ടാ എവിടെ വരെ ഓടി? പോത്താണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് നിൽക്കണമില്ല അല്ലേ? അങ്ങനെ പോത്തിനൊക്കെ നമ്മൾ കൊണ്ടുവന്ന് കെട്ടി കഞ്ഞാളൊക്കെ കൊടുത്തു അല്ലേ? അപ്പൊ നമുക്ക് ഇന്നും ക്യാമറ ഒക്കെ റെഡി ആക്കിയിട്ടുള്ളു. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ സപ്പോർട്ട് കുറച്ചാളായിട്ട് കുറവായിരുന്നു. ഇനി തുടർന്ന് നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവണം അല്ലേ?
ഇനി സപ്പോർട്ടുകളൊക്കെ കുറവായിരുന്നു, വീഡിയോയും കാര്യങ്ങളും ചെയ്യാണ്ട്. ഇനി നല്ലൊരു സപ്പോർട്ട് വേണം അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് മുന്നേ ബൈ ബൈ.